എൻ്റെ പേര് ഓമന തോമസ്. തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഒത്തിരിയേറെ നന്ദി പറയാനുള്ളത് ഈശോയ്ക്കും മാതാവിനുമാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2023 ജൂലൈ 27 അന്ന് 2016 തൊട്ട് എനിക്ക് നടുവേദന തുടങ്ങിയതാണ്. അന്ന് തൊട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അത് കൂടി 2023 ആയപ്പോഴത്തേനും എനിക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങളായി. അവസാനം അത് MRI എടുത്തു കഴിഞ്ഞപ്പം ഓപ്പറേഷൻ വേണമെന്നുള്ളത് ഡോക്ടർ നിർബന്ധം പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കാല് തളർച്ചയായി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി പോകും, പിന്നീട് അത് വലിയ വിഷയമാകുമെന്നാണ് പറഞ്ഞിരുന്നത്. ആ സമയത്ത് ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിരിക്കുന്ന സമയമായിരുന്നു. ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ എൻ്റെ ബെഡ് റെസ്റ്റ് ആണെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയും വിഷയങ്ങൾ ആയിട്ടും പോകാൻ ടിക്കറ്റ് എടുത്തതുകൊണ്ട് അതിന് മാറ്റി വയ്ക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, എനിക്ക് മാതാവ് കൃപാസനത്തിൽ പോയി ഒന്ന് ഉടമ്പടി എടുക്കണം എന്ന് ഞാൻ വീട്ടിൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞെന്നാൽ ശരി പൊക്കോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് വണ്ടിയിൽ കിടന്നാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ ആദ്യമായിട്ട് വരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് ആദ്യമായി എൻ്റെ നിയോഗം വെച്ചിരുന്നത് എനിക്ക് ഓപ്പറേഷൻ കൂടാതെ മാതാവേ ഇതൊന്നും മാറ്റിത്തരണമേ എന്നായിരുന്നു എൻ്റെ ഉടമ്പടിയിൽ ഞാൻ ആദ്യമായി വെച്ചിരുന്നത്. ഉടമ്പടിക്ക് ശേഷം ഞങ്ങൾ ഓഗസ്റ്റ് 13 ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോയി. അവിടെ ചെന്ന് 5 മാസം അവിടെ ഞങ്ങൾ താമസിച്ചു. അവിടെ ചെന്ന് 1 മാസം എനിക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിരുന്നു. എന്താണെങ്കിലും 5 മാസം അവിടെ താമസിച്ചു. എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും കൂടാണ്ട് ഞങ്ങൾ തിരികെ നാട്ടിലെത്തി. ജനുവരി 18 ഇവിടെ വന്നു. ഇവിടെ വന്ന് ഞാൻ അന്ന് നേർന്നിരുന്നു വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. പക്ഷേ വന്നിട്ട് സാക്ഷ്യം പറയാനുള്ള ഒരു സമയം ഞാൻ കണ്ടെത്തിയില്ല എന്നുള്ളതാണ് സത്യം. അത് കഴിഞ്ഞ് എനിക്കൊരു ജലദോഷം പോലെ വന്ന് ആ ജലദോഷമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഒരു 4 മാസത്തോളം തൊടുപുഴയിലുള്ള ഹോസ്പിറ്റലുകളിൽ എല്ലാം ട്രീറ്റ്മെൻറ്റ് നടത്തി. കോലഞ്ചേരിയിലെല്ലാം പോയി 4 മാസം ആ ട്രീറ്റ്മെൻറ്റുമായിട്ട് നടന്ന് അവസാനം ഇത് മാറുന്നില്ല. രാവും പകലും എൻ്റെ മൂക്കിൽ കൂടെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജലദോഷം എന്നുള്ള ഇതിലാണ് അത് ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്നത്. ഞാൻ മെയ് മാസം ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കിയതിൽ ഞാൻ വെച്ചിരുന്നത് എൻ്റെ ജലദോഷം മാറണമെന്നുള്ള ഇതായിരുന്നു വെച്ചിരുന്നത്. വീട്ടിൽ ചെന്ന് ഞാൻ അവിടെ ചെന്ന് ഈ 4 മാസമായി കഴിഞ്ഞിട്ട് ഇത് മാറാതെ വന്നപ്പം അവിടെ അടുത്തുള്ള ഒരു നഴ്സിംഗ് സൂപ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ലൂർദ് ഹോസ്പിറ്റലിൽ ബോബി എന്ന് പറഞ്ഞ നല്ലൊരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറെ ഒന്ന് പോയി കണ്ടു നോക്ക്. ഡോക്ടർ നല്ലൊരു സർജനാണ്, ന്യൂറോയുടെ ഡോക്ടറാണ്, ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് കണ്ടതേ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് CSF ആണ്, തലച്ചോറിനെ കവർ ചെയ്തിരിക്കുന്ന ആ ഫ്ലൂയിഡാണ് ഈ മൂക്കിൽ കൂടെ വരുന്നത്, ഇത് ഓപ്പറേഷൻ കൂടാതെ മാറില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം MRI എടുക്കണം എന്ന് പറഞ്ഞു. MRI എടുത്തപ്പം ഉറപ്പ് പറഞ്ഞു അത് തന്നെയാണ്, ഓപ്പറേഷൻ വേണം എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു അവിടെ വെച്ച്. അത് കഴിഞ്ഞ് ജൂൺ 5 ഞങ്ങളോട് അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ചെന്ന് അഡ്മിഷൻ എടുത്തു. 6 സിസ്റ്റർനോഗ്രാഫി എന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട്. ആ ടെസ്റ്റ് എൻ്റെ നട്ടലിൽ കൂടെ ഒരു ഡൈ ഇഞ്ചെക്റ്റ് ചെയ്ത് എൻ്റെ തലയിലൂടെ ആ ഡൈ വന്ന് എൻ്റെ ഈ ഒരു ഹോളിൽ കൂടെയാണ് ഈ ഫ്ലൂയിഡ് ഇവിടെ ഈ സ്കള്ളിൽ കൂടെയാണ് ഈ ഫ്ലൂയിഡ് മൂക്കിലേക്ക് വരുന്നത്. ആ ഹോള് കണ്ടുപിടിക്കാനാണ് ഈ സിസ്റ്റർനോഗ്രാഫി ടെസ്റ്റ് നടത്തുന്നത്. ആ ടെസ്റ്റ് കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഈ ഉടമ്പടി കാശുരൂപം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുഷ എന്ന് പറഞ്ഞൊരു ഡോക്ടർ ആണ് ഇത് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ഞാൻ ഈ കാശുരൂപം എൻ്റെ കയ്യിൽ പിടിച്ചോട്ടെ എന്ന്. അപ്പോൾ ഡോക്ടർ സമ്മതിച്ചു. അപ്പോൾ ഇത് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ഈ ഡോക്ടറുടെ കൈ എനിക്ക് തോന്നുന്നത് മാതാവിൻ്റെ കൈ പോലെയാണ്. അപ്പോൾ എനിക്ക് ആ സമയത്ത് എൻ്റെ മനസ്സിലൂടെ തന്നെ ഒരു പ്രാർത്ഥന വരുവാണ്, മാതാവേ അമ്മയുടെ കയ്യിലൂടെ ഈശോയുടെ തിരുരക്തമായിരിക്കണമേ ഈ സിറിഞ്ചിലൂടെ ഈ ഡൈ
പകരം എൻ്റെ നട്ടെല്ലിലൂടെ കയറി എൻ്റെ തലയിലേക്ക് എത്തി ഈ ഇത് കണ്ടുപിടിക്കുന്നത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും ഈ ഡൈ ഇഞ്ചെക്റ്റ് ചെയ്ത് ഇവർ ഈ സിസ്റ്റനോഗ്രാഫി ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഇത് കണ്ടുപിടിച്ചു. 2 ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ ഒന്ന് 2 mm ഒരെണ്ണവും ഒന്ന് 1.7 mm ഒരെണ്ണമാണ് 2 ഹോള് കണ്ടുപിടിച്ചത്. ആ ഇത് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം എന്നെ റൂമിലാക്കി പിറ്റേ ദിവസം റൗണ്ട്സിൻ്റെ സമയത്ത് ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നാളെ ഓപ്പറേഷൻ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇന്നലെ ഈ സിസ്റ്റനോഗ്രാഫിയുടെ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മൂക്കിൽ കൂടെ ഈ ഫ്ലൂയിഡ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ശരിയാണോ? ഞാൻ പറഞ്ഞു ശരിയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഇനി ഈ ബെഡിൽ ഏക്കരുത്, അതേപോലെ തന്നെ കിടക്കുക, ഫുഡ് വായിൽ വെച്ചേ കൊടുക്കാവൂ, ടോയ്ലറ്റിൽ പോവരുത്, അനങ്ങരുത്, തലയണ വയ്ക്കാതെ കിടക്കണം, ചെരിയരുത്, ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ അങ്ങനെ പറഞ്ഞു പോയെങ്കിലും എൻ്റെ എല്ലാ കാര്യങ്ങളും അന്ന് തൊട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. 7ാമത്തെ ദിവസം അവിടുന്ന് ഡിസ്ചാർജായി പോന്നു. ആ സിസ്റ്റനോഗ്രാഫിക്ക് ഞാൻ പോയ ആ സമയത്ത് എൻ്റെ മൂക്കിലൂടെ വന്നിരുന്ന ആ ഫ്ലൂയിഡ് അതിന് ശേഷം ഈ നിമിഷം വരെ പിന്നെ എനിക്ക് അത് വന്നിട്ടില്ല. അങ്ങനെ എനിക്ക് ആ ഓപ്പറേഷൻ അവിടെ വെച്ച് ഡോക്ടർ വേണ്ടെന്ന് പറയുകയും ഓപ്പറേഷൻ ചെയ്തിട്ടും ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ മാതാവ് എനിക്ക് വലിയൊരു അത്ഭുതമാണ് എനിക്ക് ചെയ്തു തന്നത്. കൂടാതെ എൻ്റെ മോള് നേഴ്സാണ്. അവൾക്ക് IELTS എഴുതി. അപ്പോൾ അവൾ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, അമ്മേ എൻ്റെ ആദ്യത്തെ ചാൻസിൽ തന്നെ IELTS എഴുതി എനിക്ക് പാസ്സാവാൻ പറ്റുവാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. അവൾ ആദ്യത്തെ ചാൻസ് തന്നെ അവൾക്ക് IELTS കിട്ടി. പക്ഷെ സാക്ഷ്യം പറയാൻ ഒത്തിരിയേറെ താമസിച്ചു. ഇപ്പോഴാണ് സാക്ഷ്യം പറയാൻ പറ്റിയത്. വൈകിപ്പോയതിൽ അമ്മയോട് ഒത്തിരി ക്ഷമ പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നേലാവുന്ന വിധത്തിൽ ഞാൻ പൊതിച്ചോറായിട്ടും സാമ്പത്തികമായിട്ട് എനിക്കാവുന്ന വിധത്തിൽ ചോദിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ ചോദിക്കുന്നത് ചെയ്യാനും, അതേപോലെ ഈശോയെയും മാതാവിനെയും പറ്റി ഒരു ദിവസമെങ്കിലും എനിക്കുണ്ടായ ഈ വലിയ അനുഭവം ഒരാളോടെങ്കിലും എനിക്ക് പറയാനുള്ള അവസരങ്ങൾ കിട്ടാറുണ്ട്. അത് യാതൊരു മടിയും കൂടാതെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഈ അസുഖത്തിന് ശേഷം 25 നോയമ്പ് ഞങ്ങൾക്ക് നാഗപ്പുഴ പള്ളിയിൽ പോകണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരമുണ്ട്. 25 ദിവസം അത് മുടങ്ങാതെ എനിക്ക് പോകാൻ പറ്റാറുണ്ട്. ഇപ്പോൾ ഈ 50 നോയമ്പിനാണേലും അങ്ങനെ ഞാനൊരു നിയോഗം വെച്ചത് നടന്നു പോവാറുണ്ട്. പിന്നെ ഞായറാഴ്ച കുർബാന ഒരു കാരണവശാലും മുടക്കാറില്ല. ശനിയും ഞായറും പള്ളിയിൽ പോവാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. കുമ്പസാരം മാസത്തിൽ ഒന്നെങ്കിലും ചെയ്യാറുണ്ട്, മുടക്കാറില്ല. ഇത്രയേറെ നന്മകൾ തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും എന്നുള്ള വചനം ഓർത്തുകൊണ്ട് പ്രത്യേകമായിട്ട് നമുക്ക് ഈ ഒരു സാക്ഷ്യത്തെ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയിലൂടെ കർത്താവിന് സമർപ്പിക്കാം. ഈ ഒരു സാക്ഷ്യത്തിൽ പറഞ്ഞത് ഡിസ്ക് ബൾജ് ചെയ്തിരുന്ന അവസ്ഥയിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം ഓപ്പറേഷനില്ലാതെ മാറിപ്പോയി. രണ്ടാമത് തലച്ചോറിൽ നിന്ന് സ്രവം വന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അത് ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം ഓപ്പറേഷനാണ്. പക്ഷേ അവിടെ കയ്യിൽ കാശുരൂപം ഇങ്ങനെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഇതാണ്: കർത്താവെ, എൻ്റെ ഈ സ്പൈനലിൽ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് കർത്താവിൻ്റെ തിരുരക്തമായിരിക്കണം എൻ്റെ ശരീരത്തിൽ കയറപ്പെടേണ്ടത്. അതിന് പരിശുദ്ധ അമ്മേൻ്റെ കൂടെ ഉണ്ടാകണമെന്നുള്ളത്. അപ്പോൾ നിറച്ച വസ്തുക്കളും പരിശുദ്ധ അമ്മയുടെ ഈ കാശുരൂപം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ഡോക്ടറിൻ്റെ കൈ തൊടുമ്പോൾ അത് പരിശുദ്ധ അമ്മയുടെ കരസ്പർശമായിട്ടാണ് അതിനെ മനസ്സിലാക്കുന്നത്. അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ കരസ്പർശവും മൂലം പൂർണ്ണമായിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടതിനെ പരിശുദ്ധ അമ്മ മരുന്നോ കാര്യങ്ങളൊന്നുമില്ലാതെ കർത്താവിനോട് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് അത് പൂർണ്ണമായും എടുത്തു മാറ്റുന്നു. പരിശുദ്ധമ്മയുടെ ഈ വലിയ ഇടപെടലിന് ദൈവത്തെ മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.